ഒരുപാട് പേരുടെ സ്വപ്ന യാത്രയായിരിക്കും മണാലി. ആ മണാലിക്ക് ഞങ്ങൾ പോയപ്പോണ്ടായ കുറച്ച് സംഭവങ്ങളാണ് ഈ വീഡിയോയിലുള്ളത്. ട്രെയിനിലാണ് മണാലി വരെയുള്ള യാത്ര. കേരളത്തിൽ തമിഴ്നാട് മാത്രം പോയിട്ടില്ല. എനിക്ക് ഈ 2.5 ദിവസത്തെ ട്രെയിൻ യാത്ര പുതിയതായിരുന്നു. AC കോച്ച് എടുത്തുകൊണ്ട് കിടക്കാൻ തുണിയും മണിയൊക്കെ അവരെ തന്നിട്ടുണ്ടായിരുന്നു. ഇനി 2.5 ദിവസം ഇതാണ് എന്റെ റൂം. പക്ഷെ 2.5 ദിവസം ഞങ്ങൾക്ക് പ്രശ്നമായത് ഭക്ഷണമാണ്. ഇതുപോലെ ബ്രെഡും മിച്ചറും സമൂസയൊക്കെ കഴിച്ചിട്ടാണ് 2.5 ദിവസം ഓട്ടിച്ചത്. പക്ഷെ കൂട്ടുകാരന്മാരുള്ളതുകൊണ്ട് ട്രെയിൻ യാത്ര പെട്ടെന്ന് കഴിഞ്ഞ പോലെ. അങ്ങനെ 2-3 ദിവസത്തെ ട്രെയിനിലിരിപ്പിന് ശേഷം ഞങ്ങളിപ്പോൾ ഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ കാലുകുത്തി. അതിനുശേഷം നേരെ ഡൽഹിയിൽ നിന്ന് മെട്രോ ബുക്ക് ചെയ്ത് കാശ്മീർ ഏറ്റിക്ക് പോകണം. അങ്ങനെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ മെട്രോയിലും കയറി. അത് കഴിഞ്ഞ് ഇതാണ് ഞങ്ങൾക്ക് അടുത്തായിട്ട് മണാലി വരെ പോകാനുള്ള ബസ് എടുക്കണേ മുന്നേ ടോയ്ലറ്റിക്ക് മുട്ടിയിട്ട് ടോയ്ലറ്റ് തപ്പി എടുക്കണം ഞാനും കൂട്ടുകാരന്മാരും. ഇവനാണെങ്കിൽ ടോയ്ലറ്റ് വൃത്തിയിലാണ്ട് പിണങ്ങിയിട്ട് നിൽക്കുകയാണ്. അങ്ങനെ എല്ലാം കഴിഞ്ഞപ്പോ ബസ്സിൽ കയറി കിടന്നുറങ്ങി. നേരം വെളുത്തതും ബാഗൊക്കെ എടുത്ത് ഈ ഇടുങ്ങിയ റോട്ടിൽ കൂടെ പോണത് നേരെ റൂമിക്കാണ്. നല്ലൊരു റൂം തന്നെ കിട്ടിയല്ലോ എന്ന് പറഞ്ഞപ്പോണ്ടായ സന്തോഷമാണ് കൂട്ടുകാരന്മാർക്ക്. അതുപോലെ നമ്മുടെ പാക്കേജ് കാര്യം എല്ലാം ഏറ്റെടുത്ത് നമ്മുടെ ജെഫ്രി ഏട്ടനായിരുന്നു. ഇവിടെ 100 രൂപയ്ക്ക് കുങ്കുമപ്പൂ കച്ചവടം തൊട്ട് ആടിനെയും മുയലിനെയും മാടിനെയും വെച്ച് വരെ കച്ചവടം നടത്തുന്നുണ്ട്. അത് കഴിഞ്ഞ് ആദ്യത്തെ ദിവസം കുറച്ച് സ്ഥലങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞതിന് ശേഷം ഇപ്പൊ ഞാൻ നടന്നുകൊണ്ടിരിക്കുന്നത് മഞ്ഞുമലകൾക്കിടയിലൂടെയാണ്. ജീവിതത്തിൽ ആദ്യമായിട്ട് മഞ്ഞ് കണ്ടതിന്റെ ആവേശത്തിൽ ചെയ്തു കൂട്ടാണ് ഇതൊക്കെ. ഞാൻ മാത്രമല്ല എന്റെ കൂടെ വന്നവന്മാരും എന്തൊക്കെയോ കാണിച്ചു കൂട്ടുണ്ട്. ജീവിതത്തിൽ ഇപ്പൊ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുള്ളവരാണ് നിങ്ങളെങ്കിൽ ഒന്നും നോക്കണ്ട, ബാഗ് പാക്ക് ചെയ്ത് ഇറങ്ങിക്കോ, എല്ലാ പ്രശ്നങ്ങളും മറക്കും. അപ്പൊ ഞങ്ങളുടെ യാത്ര ഇവിടെ ആരംഭിക്കണം. അപ്പൊ എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണാം.